തൃശൂർ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് അങ്കിത് അശോക് IPSനെ മാറ്റി. ഇളങ്കോ ആറാണ് തൃശൂർ കമ്മീഷണർ. അങ്കിത് അശോകിന്റെ പുതിയ നിയമന ഉത്തരവ് പിന്നീട് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കമ്മീഷണർക്കെതിരെ പരാതി ഉയർന്നിരുന്നു. VV വിനോദ് ചേരുന്നു. വിനോദ്, അന്ന് പരാതി ഉയർന്നിരുന്ന നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ചില സംസാരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതൊക്കെ തലത്തിലാണ് സർക്കാർ ഇതിനെ സമീപിച്ചിരിക്കുന്നത്? രഞ്ജിത്ത്, തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിനാണെന്നുള്ള കൃത്യമായ വിവരം സർക്കാരിന് ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ചുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ടായിരുന്നു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ എഴുന്നള്ളിപ്പ് തടസ്സപ്പെടുത്തിയത്, വെടിക്കെട്ട് തടഞ്ഞത്, അതോടൊപ്പം തന്നെ ബാരിക്കേഡ് ഉയർത്തി ഭക്തജനങ്ങളെ തടഞ്ഞത്, ആനയ്ക്ക് പട്ടയുമായി പോയ ആളുകളെ പോലും അസഭ്യം പറയുന്ന സാഹചര്യം, ഇതിന്റെ വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. കൊച്ചുകുട്ടികളെ പോലും വിരട്ടി ഓടിക്കുന്ന നിലയിൽ പോലീസിനെ ഉപയോഗിച്ചത്. ഇങ്ങനെ അങ്കിത് അശോക് തൃശൂർ പൂരം പരിപൂർണമായും അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം നടത്തി എന്ന തരത്തിലായിരുന്നു ഇക്കാര്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി നേരത്തെ തന്നെ സസ്പെൻഷൻ നടപടി അത് സർക്കാരിന്റെ നടപടിയായി എത്തിയിരുന്നു. പിന്നീട് ഇപ്പോൾ കൂടുതൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അങ്കിത് അശോകിനെ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. പകരം നിയമനം നൽകിയിട്ടില്ല. തൃശൂരിൽ BJPയുടെ വിജയത്തിന് ഈ തൃശൂർ പൂരം അലങ്കോലമായതും വലിയൊരു കാരണമായതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. ഈ പൂരം അലങ്കോലമായ സമയത്ത് തന്നെ ഇടതുമുന്നണിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. അവിടുത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്ന A. മുരളീധരനും സുരേഷ് ഗോപിയും ഈ വിഷയത്തിൽ ഇടപെടുകയും സർക്കാർ മനഃപൂർവ്വം വിശ്വാസികളുടെ അവരുടെ വിശ്വാസം വ്രണപ്പെടുത്തുന്നതിന് വേണ്ടി ഇടതു സർക്കാർ തുടർച്ചയായി ശ്രമിക്കുന്നു. ശബരിമലയ്ക്ക് പിന്നാലെ തൃശൂർ പൂരവും അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത് ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന ആരോപണം ഉയരുകയും ചെയ്തു. ഏതായിരുന്നാലും ഈ സംഭവം ഇങ്ങനെ ഉണ്ടായത് ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി, തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. തൃശൂർ കമ്മീഷണർക്ക് സ്ഥലമാറ്റം, പകരം നിയമനം നൽകിയിട്ടുമില്ല.